ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഫ്രേസുകളാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഫ്രേസ്. എന്താണ് ഫ്രേസ്? ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം. ഒരു സെൻറ്റൻസിൻ്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയാം. ഇന്നത്തെ വീഡിയോ, ഇതിന് മുന്നേയും നമ്മൾ ഒരു 3-4 വീഡിയോസുകളിൽ നമ്മൾ ഫ്രേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരു 10 പ്രധാനപ്പെട്ട ഫ്രേസുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോ തുടങ്ങാം. ഒന്നാമതാണ് ആസ് സൂൺ ആസ് പോസിബിൾ. എന്താണ് ആസ് സൂൺ ആസ് പോസിബിൾ? ഈ ഫ്രേസുകളൊക്കെ നമ്മൾ എന്നും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ നോട്ട്സ് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഒന്നാമതാണ് ആസ് സൂൺ ആസ് പോസിബിൾ. ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവിടെ വാ. Come here as soon as possible. എത്രയും പെട്ടെന്ന് അവിടെ പോ. Go there as soon as possible. എത്രയും പെട്ടെന്ന് ഇത് ചെയ്യ്. Do it as soon as possible. പറയാം, പ്ലീസ് ഡു ഇറ്റ് as soon as possible. ദയവായി എത്രയും പെട്ടെന്ന് ഇത് ചെയ്യൂ എന്നർത്ഥം. പ്ലീസ് ഡു ഇറ്റ് as soon as possible. ഇനി രണ്ടാമതാണ് over and over again. Over and over again എന്ന് പറഞ്ഞാൽ വീണ്ടും. എന്തിനാണ് പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നത്? Why are you speaking the same over and over again? എന്തിനാണ് ചെയ്തെന്ന് പിന്നെയും അല്ലെങ്കിൽ വീണ്ടും ചെയ്യുന്നത്? Why are you doing the same over and over again? ഇനി പറയാണ് നമ്മൾ, Why are you calling me over and over again? എന്തിനാണ് എന്നെ പിന്നെയും എന്തിനാണ് എന്നെ വീണ്ടും വിളിക്കുന്നത്? Why are you calling me over and over again? ഇനി അടുത്താണ് for the time being എന്ന് പറഞ്ഞാൽ താത്കാലികമായി. എന്താണ് താത്കാലികമായി? ഇപ്പൊ ഞാൻ പറയാണ്, we use this car for the time being. ഞങ്ങൾ ഈ ഒരു കാറാണ് താത്കാലികമായിട്ട് യൂസ് ചെയ്യുന്നത്. we use this house for the time being. ഞങ്ങൾ താത്കാലികമായിട്ട് ഈ ഒരു വീടാണ് യൂസ് ചെയ്യുന്നത്, വേറെ വീടില്ല. ഇനി അടുത്താണ് in the day time എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത്. എന്താണ് പകൽ സമയത്ത് പറയാം, പകൽ സമയത്ത് I go to work in the day time. പകൽ സമയത്ത് ഞാൻ ജോലിക്ക് പോകാറുണ്ട്. ഓക്കെ, പകൽ സമയത്ത് അവൻ ഇവിടെ ഉണ്ടാവാറില്ല. അപ്പോൾ രാത്രി സമയത്ത് അവൻ ഇവിടെ ഉണ്ടാവാറേ ഇല്ല. ഓക്കെ, അപ്പോൾ ഇൻ ദ ഡേ ടൈം എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത്. എന്താണ് പകൽ സമയത്ത്? ഐ ഗോ ടു വർക്ക് ഇൻ ദ ഡേ ടൈം. അപ്പോൾ രാത്രി സമയത്ത് പറയാം, രാത്രി സമയത്ത് ഇൻ ദ നൈറ്റ് ടൈം. എന്ന് പറഞ്ഞാൽ രാത്രി സമയത്ത്. ഇൻ ദ ഡേ ടൈം എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത്. ഇനി അടുത്താണ് എ വൈൽ എഗോ. എന്താണ് എ വൈൽ എഗോ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം മുന്നേ. എ വൈൽ എഗോ എന്ന് പറയാണ്, I saw her in the park a while ago. കുറച്ച് നേരം മുന്നേ ഞാൻ അവളെ പാർക്കിൽ കണ്ടു. I saw her in the park a while ago. ഇനി അടുത്താണ് ആറാമത്, sixth one. It's very important. വളരെ പ്രധാനപ്പെട്ടാണ്. ത്രൂ ഔട്ട് ദ ഡേ. എന്താണ് ത്രൂ ഔട്ട് ദ ഡേ എന്ന് പറഞ്ഞാൽ? ദിവസം മുഴുവൻ. എന്താണ് ത്രൂ ഔട്ട് ദ ഡേ എന്ന് പറഞ്ഞാൽ ദിവസം മുഴുവൻ. അപ്പോൾ ത്രൂ ഔട്ട് ദ നൈറ്റ്. ഡേ എന്ന് പറഞ്ഞാൽ ദിവസം മുഴുവൻ, നൈറ്റ് ആണെങ്കിലോ രാത്രി മുഴുവൻ. ഓക്കെ, ത്രൂ ഔട്ട് ദ ഡേ. ഐ പ്ലേഡ് ക്രിക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് ത്രൂ ഔട്ട് ദ ഡേ. എന്താണ് ദിവസം മുഴുവൻ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ക്രിക്കറ്റ് കളിച്ചു. I played cricket with my friends throughout the day. Clear? ഇതുപോലെ ഒരുപാട് സെന്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇനി അടുത്താണ് ഏഴാമതാണ് ത്രൂ ഔട്ട് ദ നൈറ്റ്. എന്താണ് ത്രൂ ഔട്ട് ദ നൈറ്റ്? രാത്രി മുഴുവൻ. ഇന്നലെ രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നു, കനത്ത മഴയായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ. There was heavy rain throughout the night yesterday. ഇന്നലെ രാത്രി മുഴുവൻ കനത്ത മഴയായിരുന്നു. ക്ലിയർ? ഇനി അടുത്താണ് അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ്. അവസാന നിമിഷം പറയാം,
he decided, അവൻ ഡിസൈഡ് ചെയ്തു അല്ലെങ്കിൽ അവൻ തീരുമാനമെടുത്തു ടു മീറ്റ് മീ അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ്. അവസാന നിമിഷം എന്നെ കാണാൻ വേണ്ടി അവൻ തീരുമാനമെടുത്തു. He decided to meet me at the last moment. At the last moment. Okay. ഇങ്ങനെ പറയാം, at the last moments of the story. സ്റ്റോറിയുടെ ലാസ്റ്റ് സമയത്ത്, അവസാന നിമിഷം. ക്ലിയർ? ഹീറോയിൻ died. അല്ലെങ്കിൽ ഹീറോ died. ഹീറോ മരിച്ചു. ഹീറോ died at the last moments of the story അല്ലെങ്കിൽ മൂവി. ഇനി അടുത്താണ് in a few minutes. In a few minutes എന്ന് പറഞ്ഞാൽ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ. നമ്മൾ സ്കൂൾ പോകുന്ന സമയത്ത് കുട്ടികൾ പെട്ടെന്ന് റെഡി ആവാറില്ല. അപ്പം പറയാം, the bus will arrive in a few minutes. The bus will arrive in a few minutes. കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ബസ് ഇവിടെ എത്തുമെന്നർത്ഥം. ഓക്കെ, ബസ് എത്തും. The bus will arrive in a few minutes. Be ready fast. ഇനി അടുത്താണ് the last and final one, most of the time. എന്താണ് most of the time? Most of the time എന്ന് പറഞ്ഞാൽ മിക്ക സമയത്തും അല്ലെങ്കിൽ മിക്ക സമയവും. ഓക്കെ, മിക്ക സമയത്തും he is very helpful most of the time. You are very helpful most of the time. He is very interesting guy most of the time. Okay, he is very helpful most of the time. മിക്ക സമയത്തും എന്താണ്, അവൻ വളരെ അധികം ഹെൽപ്ഫുൾ ആണ്, അല്ലേ? ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് 10 പ്രധാനപ്പെട്ട ഫ്രേസുകളാണ്. ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾ തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. കാരണം ഈ എല്ലാ ഫ്രേസുകളും ഇനി വരും വീഡിയോസുകളിൽ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ നോട്ട്സ് എഴുതിയിട്ട് തയ്യാറാക്കി വെക്കണം. Okay friends, so don't forget to share this video with your friends. Thank you everyone.